അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ വലിയ മഹത്വമുള്ള ഒരു അമലിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള സ്വലാത്ത്. അതാണ് മഹത്തായ ഇന്നത്തെ വിഷയം. ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നു, അള്ളാഹും അവൻ്റെ മലക്കുകളും നബിയിലേക്ക് സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വാസികളെ, നിങ്ങളും നബിയിലേക്ക് സ്വലാത്തും സ്വലാമും ചൊല്ലുവിൻ എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും സ്വലാത്തും സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചൊല്ലാം. ഓരോ സ്വലാത്തിനും നമുക്കതിൻ്റേതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതായിരിക്കും. സ്വലാത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സ്വലാത്ത് നമ്മൾ അധികരിക്കും തോറും നമ്മുടെ മാനസികമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ്, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാകുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നുണ്ടോ, ആ വിഷമങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ റസൂലിന് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ ഏറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് 10 റഹ്മത്തുകൾ ഇറക്കുന്നു. മനസ്സിലായോ സഹോദരിമാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് 10 റഹ്മത്തുകളാണ് ഇറക്കുന്നത്. നമ്മുടെ 10 പാപങ്ങൾ മായിച്ച് കളയുന്നു. അതുകൂടാതെ തന്നെ 10 പദവികൾ നമുക്ക് ഉയർത്തിത്തരുന്നു. 10 പദവികളാണ് നമുക്ക് ഉയർത്തിത്തരുന്നത്. 10 പാപങ്ങൾ മായിച്ച് കളയുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന മഹിമ, നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് കേട്ടോ. മറക്കരുത്, ഓർമ്മിക്കുക. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. ഇതൊന്നും അല്ല ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതറിയണമെങ്കിൽ നിങ്ങൾ ഇത് അവസാനം വരെ കാണണം കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാകും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. നമ്മുടെ ദുആകൾ പലപ്പോഴും സ്വീകരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളതെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ദുആകൾ പലപ്പോഴും സ്വീകരിക്കപ്പെടാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. ഉലമാക്കൾ പറയുന്നു, സ്വലാത്ത് ഇല്ലാത്ത ദുആ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നിൽക്കുമെന്ന്. അതായത് സ്വലാത്തില്ലാത്ത ദുആ, ആദ്യം നമ്മൾ ദുആ ചൊല്ലുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുക, ദുആ തീരുമ്പോഴും സ്വലാത്ത് ചൊല്ലുക. അതാണ് പറയുന്നത്. സ്വലാത്തില്ലാത്ത ദുആകൾ ആകാശത്തുമല്ല ഭൂമിക്കുമല്ലാത്ത ഒരു ഇടയിലാണത് നിൽക്കുക, തങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത്. അള്ളാഹുവിലേക്ക് എത്തുന്നില്ല നമ്മുടെ ദുആ. അള്ളാഹുവിലേക്ക് നമ്മുടെ ദുആ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് പ്രതിഫലം തരുന്നതായിരിക്കും. നമ്മുടെ ദുആകൾക്ക് പ്രതിഫലം തരാൻ കഴിവുള്ളവനാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മനസ്സിലായോ? അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിനു മുമ്പ് സ്വലാത്ത് ചൊല്ലി അവസാനിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിച്ചാൽ നമ്മുടെ ദുആകൾ അള്ളാഹുവിലേക്ക് എത്തുന്നതായിരിക്കും. ദുആ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്വലാത്ത് ചേർക്കണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ ആ ദുആ ഒരിക്കലും തള്ളപ്പെടുകയില്ല. കഷ്ടതകളാൽ വലഞ്ഞിരിക്കുകയാണോ ഹൃദയം? ഭാരപ്പെട്ടിരിക്കുകയാണോ നിങ്ങളുടെ ഹൃദയം?
പരിഹാരം, ഇതിനെല്ലാം പരിഹാരം ഒരേ ഒരു വാക്ക് മാത്രം: സ്വലാത്ത്. കഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന ഹൃദയവും ഭാരം കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഹൃദയവും, അതിനെല്ലാത്തിനും പരിഹാരമായിട്ട് ഒന്നേയുള്ളൂ: സ്വലാത്ത്. സ്വലാത്ത് അധികരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ മുഴുവൻ ദുആ സമയവും സ്വലാത്തിന് മാറ്റിയാലോ എന്ന്. ഉടനെ റസൂൽ പറഞ്ഞു, നിൻ്റെ ദുഃഖങ്ങൾ നീങ്ങുകയും നിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുകയും ചെയ്യും. മനസ്സിലായോ നമ്മുടെ സ്വലാത്തിൻ്റെ മഹിമ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സമ്പത്ത്, സമാധാനം, ബർക്കത്ത് എല്ലാറ്റിനും ഒരു ചാവി എന്ന പോലെയാണ് സ്വലാത്ത്. എന്താ, വല്ലതും മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖിയാമത്ത് ദിനത്തിൽ എന്നോട് ഏറ്റവും അടുത്തവൻ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനായിരിക്കുമെന്ന്. നമ്മുടെ നാവുകൾ ഈ അമലിൽ പതിവാക്കാം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് എന്ന് നാം എപ്പോഴും സ്വലാത്ത് ചൊല്ലി അധികരിപ്പിക്കുക. ഈ ചെറിയ അമൽ നമ്മെ ജന്നത്തിലേക്ക് നയിക്കുന്ന വലിയ കാരണമാകട്ടെ. അല്ലാഹു നമ്മെ സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മെ സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്നവരാക്കട്ടെ. ആമീൻ, ആമീൻ.